US-ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ സാധ്യത. അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിലേക്ക് തിരിച്ചെങ്കിലും ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ല. ഇറാനിയൻ കപ്പൽ US ആക്രമിച്ച് പിടിച്ചെടുത്തതാണ് ചർച്ചകൾ തുലാസിലാകാൻ കാരണം. ഇതോടെ തങ്ങൾ പിന്മാറുന്നതായും യുദ്ധത്തിന് തയ്യാറാണെന്നും ഇറാൻ വ്യക്തമാക്കി. ഇതിനിടെ അമേരിക്കയ്ക്ക് സ്വീകാര്യമായ ഒരു കരാറിൽ എത്തിച്ചേരാൻ തയ്യാറായില്ലെങ്കിൽ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ലബനനിൽ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. അജയ് സുധ വിജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അമേരിക്കൻ ഇറാൻ മുൻ ധാരണ പ്രകാരം വെടിനിർത്തൽ അവസാനിക്കാൻ പോകുന്നത് ഈ വരുന്ന ബുധനാഴ്ചയാണ്. ബുധനാഴ്ചയ്ക്ക് ശേഷം എന്ത് എന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇതിനിടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷങ്ങളുടെ സാഹചര്യം അത് രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഒരു കപ്പൽ US പിടിച്ചെടുത്തതാണ് ഇറാനെ ഇപ്പോൾ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത് കാരണം ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് ഇറാൻ അറിയിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ വെടിനിർത്തൽ കരാർ ആരംഭിച്ചതു മുതൽ US തുടർച്ചയായി ഈ ഒരു കരാറിൽ നിന്ന് ലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കപ്പൽ വരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഏതാണ്ട് 900 അടി നീളമുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പലാണ് US ആക്രമിച്ച് കീഴടക്കിയത്. ഈ ചരക്ക് കപ്പലിന് നേരെ US വെടിയുതിർക്കുകയും ഈ കപ്പലിന്റെ എഞ്ചിൻ റൂം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം തന്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ട് വഴി വ്യക്തമാക്കിയത്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: US സെൻട്രൽ ഫോഴ്സ് ഈ കപ്പലിന് നേരെ കൃത്യമായിട്ടുള്ള സന്ദേശം നൽകിയിരുന്നു. ഈ കപ്പൽ ഗൾഫ് ഓഫ് ഒമാൻ വഴി ഹോർമുസ് കടലിടുക്ക് കടക്കാനായിരുന്നു ഈ കപ്പൽ ശ്രമം നടത്തിയിരുന്നത്. അപ്പോൾ അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ കപ്പലിന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിച്ചും ഈ കപ്പൽ മുന്നോട്ട് പോയതോടെയാണ് US സെൻട്രൽ കമാൻഡ് ഈ ഷിപ്പ് ആക്രമിച്ചത് എന്നാണ് ട്രംപ് തൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കപ്പൽ ഇപ്പോൾ US സേനയുടെ കസ്റ്റഡിയിലാണ്. ഈ കപ്പലിൽ പരിശോധന നടത്തുമെന്നും ട്രംപ് ട്രൂ സോഷ്യൽ വഴി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ സംഘം ഇതിനോടകം തന്നെ പാകിസ്ഥാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. US വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാകിസ്ഥാനിലേക്ക് തിരിച്ചതെന്ന് ട്രംപ് തന്നെ ട്രൂ സോഷ്യൽ വഴി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇതുവരെ ഒരു പ്രതിനിധികളെയും പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടില്ല. ഇതുവരെ ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ള പ്രതികരണം ഇസ്മായിൽ ബഗേയുടേതാണ്. ഇസ്മായിൽ ബഗേയി ചർച്ചയിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ അയക്കില്ല എന്ന് തന്നെ തീർത്തും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തങ്ങളുടെ കപ്പൽ US ആക്രമിച്ചതിന് പ്രതികാരമായി യുദ്ധത്തിന് തയ്യാറാണ് എന്നതാണ് IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നതും. അതുപോലെ ഇപ്പോൾ US പ്രതിനിധികളെ അയച്ചിട്ടും ഇറാൻ പ്രതിനിധികളെ അയക്കാതിരുന്നാൽ US അതിൻ്റെ പ്രകോപനപരമായി എന്ത് ചെയ്യും എന്നതും ഒരു സംശയം തന്നെയാണ്. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടെ US പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തുമെന്നാണ് വിവരമുള്ളത്. ട്രംപ് തൻ്റെ ട്രൂ സോഷ്യൽ വഴി ഇറാന് നേരെ മറ്റൊരു ഭീഷണി കൂടി ഉതിർക്കുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്ക് സ്വീകാര്യമായ ഒരു കരാറിൽ എത്തിച്ചേരാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി ഇറാനെ മുട്ടുകുത്തിക്കും എന്നതാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനിലുള്ള പവർ പ്ലാന്റുകളും അതുപോലെ പാലങ്ങളും തകർക്കുമെന്ന തൻ്റെ പഴയ ഭീഷണി ട്രംപ് ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല 47 വർഷമായി ഒരു US പ്രസിഡന്റും ചെയ്യാത്ത തരത്തിൽ ഇറാനെ നാമാവശേഷമാക്കും എന്നും ട്രംപ് തൻ്റെ ട്രൂ സോഷ്യൽ വഴി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും സംഘർഷങ്ങൾ കലുഷിതമായി തന്നെ തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ ലെബനനിലും ഇപ്പോൾ സംഘർഷങ്ങൾ കടുത്തിരിക്കുകയാണ്. വെടിനിർത്തൽ രണ്ട് പാർട്ടികളും ഇപ്പോൾ നടത്തി എന്നാണ് വിവരമുള്ളത്. ഇസ്രയേൽ പല ആവർത്തി വെടിനിർത്തൽ ലംഘിച്ചതിൻ്റെ ഒരു പ്രതിഷേധമായിട്ട് ഹിസ്ബുള്ളയും ഈ സംഘർഷത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അതിനുശേഷം 2 ഇസ്രയേലി സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. ഒരു UN പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഫ്രഞ്ച് സൈനികന്റെ ജീവൻ കൂടി നഷ്ടമായതായിട്ടാണ് വിവരം. അതിനുശേഷം ഇസ്രായേൽ സൈന്യം മേഖലയിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി. തെക്കൻ ലെബനനിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഇതുവരെയുള്ള വിവരം.